നമ്മുടെ നഴ്സറിയിലെ ഫീൽഡ് ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. ഞാൻ പിന്നെ ബാക്കിൽ ഇരുന്നിട്ട് കുറച്ച് പട്ടിഷൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. മറീന മോളിലുള്ള എർമാനെക്സിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിള്ളേർക്ക് ഒരു എൻജോയ്മെന്റ് അവിടെയാണല്ലോ എന്ന് കരുതി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളുടെ നല്ലൊരു വെൽക്കം ഡാൻസ് ഉണ്ടായിരുന്നു. ഇനി പിള്ളേരെയും കൂട്ടിയിട്ട് ഉള്ളിലേക്കുള്ള പോക്കാണ്. ഫസ്റ്റ് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നത്. സംഭവം കാണുമ്പോൾ നല്ല സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും പിള്ളേരെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് അത്ര സിമ്പിൾ ഉള്ള കാര്യമൊന്നുമല്ല. ഉള്ളിൽ കയറി അവിടുത്തെ സ്പേസ് എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ ആകെ സത്യം പറഞ്ഞ അന്ത് വിട്ടു പോയിട്ടാ. കാരണം എങ്ങനെ ഈ പിള്ളേരെ മാനേജ് ചെയ്തിന്റെ ഉള്ളിൽ എന്നുള്ളത് ചിന്തിച്ചിട്ടാണ്. അവിടെ ചെന്ന് ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ പിള്ളേരൊന്നും കാണുന്നില്ല. എന്താ പറയാ, നിലാവത്ത് കോഴിക്കൾ വിട്ടൊരു അവസ്ഥ ഉണ്ടാവില്ലേ, സെയിം സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. കുറെ നേരൊക്കെ പിള്ളേരുടെ പിന്നാലെ ഓടി. പിന്നെ ഒരു വിധേനം പിടുത്തം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ പിന്നെ മുക്കിലും മൂലയിലൊക്കെ വല്ല റെസ്റ്റ് എടുക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. റെസ്റ്റ് ഇല്ലാണ്ട് ഒരാളിതാ പിള്ളേരുടെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട്. ഈ ഒരു സ്പോട്ട് വന്നിട്ട് ഭയങ്കര കിടുവാണ് കേട്ടോ. അബുദാബിയിലുള്ളവരൊക്കെ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ്. എന്റെ അസിസ്റ്റന്റ് ടീച്ചർ ഇതാ പിള്ളേരുടെ പിന്നാലെ ഭയങ്കര കളിയിലാണ്. ഇത് കാണുമ്പോണ്ടല്ലോ പണ്ടത്തെ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലേ. പിന്നെ എന്റെ ലീലാവിലാസങ്ങളുടെ വീഡിയോ അത് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിട്ടാ. വേറൊരാളിതാ ഇവിടെ കിടന്ന് എന്തെല്ലോ കാണിച്ചു കൂട്ടുന്നുണ്ട്. സംഭവം എന്താണെങ്കിലും നമുക്കും ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ ഒരു സ്പോട്ട് വന്നിട്ട് ഇതിൽ കാണുമ്പോൾ അല്ല കേട്ടോ, ഒത്തിരി സ്പേഷ്യസ് ആണ്. പല സമയത്തും പല പിള്ളേരെയും കാണാനിട്ട് നമ്മൾ ഒത്തിരി ഓടി പാഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവർ നമുക്ക് ഫുൾ സപ്പോർട്ടീവാണ് കേട്ടോ. അവർ നമ്മുടെ കൂടെ തന്നെ കുട്ടികളെ നോക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ടാവും. ഇനി ഇതാ നെക്സ്റ്റ് എന്റെ ടേൺ ആണ്. കുറെ കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. എവിടെ ലോക്ക് ചെയ്യാനൊന്നും മറന്നിട്ടില്ലല്ലോ എന്നുള്ളത് സ്റ്റാഫിന്റെ അടുത്ത് കൺഫേം ചെയ്യായിരുന്നു. അത്രയും പേടിയിലായിരുന്നു കേട്ടോ പോകുന്നുണ്ടായിരുന്നു. ഇത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ റിയൽ വോയിസ് ഞാൻ ഇതിനകത്ത് കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇത് കരുതി വേണ്ട, അത് എനിക്ക് തന്നെ പാരാവുന്നുള്ളത്. എന്റെ നിലവിളി എല്ലാം കേട്ട് താഴെ സ്റ്റാഫുകളും പിള്ളേരെല്ലാം കൂടെ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. എന്തായാലും ലൈഫിൽ ഇതൊക്കെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെതാ ഈ ഒരു ആഗ്രഹം തീർന്നു കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ എന്തെല്ലാം ആഗ്രഹങ്ങൾ ഇനി ബാക്കി കിടക്കുന്നല്ലേ. അത് കഴിഞ്ഞപ്പോഴേക്കുതാ നമ്മുടെ ലഞ്ച് എത്തിയിട്ടുണ്ട്. പിള്ളേർക്കും നമുക്കും കൂടെ ഒന്നിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ലഞ്ചിന്റെ കൂടെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളുടെ ഡാൻസ് പെർഫോമൻസ് എല്ലാം കൂടെ ആയിട്ട് സംഭവം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഡാൻസ് എന്ന് പറയുമ്പോൾ അവർ മാത്രം കളിച്ചാൽ പോരല്ലേ, നമ്മളും കൂടെ നാടി കൊടുക്കണ്ടേ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വന്നിട്ട് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ